ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഞാൻ ഇന്ന് ന്യൂ ഇയർ ഈവ് ആയിട്ട് റൂമിൽ തന്നെ ഇരിക്കുകയാണെന്ന് ചിന്തിക്കേണ്ട, നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. കഴിഞ്ഞ കൊല്ലം എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയുണ്ടാവും, നമ്മൾ ലണ്ടനിൽ പോയിട്ട് ഫയർ വർക്ക്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ലണ്ടനിൽ പോണില്ല എന്ന് വിചാരിച്ചു ഫയർ വർക്ക്സ് കാണാനായിട്ട്. കാരണം വേറൊന്നുമല്ല, ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്നും പറഞ്ഞാൽ ഇത്രയും ഒരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ തിരക്കായിരുന്നു. ഇന്ന് അത്രയും ക്രൗഡഡ് അല്ലാത്തൊരു രീതിക്ക് നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ട് കുറച്ചും കൂടെ കാമായിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയർ ഈവ് ആയിട്ട് നമ്മൾ നല്ലൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കാൻറ്റർബറി വരെ പോവുകയാണ്. എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ട് നമുക്ക്, ഇവിടെ റൂമിൽ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാതെ. വി വോണ്ടഡ് ടു ഗോ സംവെയർ. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെയാണ് പോണത്. അപ്പം കാൻറ്റർബറി പോയി അവിടെ ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈവ് ആയതുകൊണ്ട് തന്നെ സ്ലോട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല ഫുഡൊന്നും. 9 o'clock നമ്മുടെ ഡിന്നർ. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 6:30 ആവാറായിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ പോകണം. കാൻറ്റർബറി ഒരു 1 hour ഡിസ്റ്റൻസിലാണ് ഉള്ളത്. എനിക്ക് ആക്ച്വലി ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് മേലൊക്കെ കഴുകി നമ്മൾ റെഡി ആയിട്ടുണ്ട്. കാൻറ്റർബറി മുമ്പ് ഒരിക്കൽ പോയിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് മെയിനായിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ജസ്റ്റ് നല്ലൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പോകുന്നത്. സോ അതുകൊണ്ട് സ്ഥലങ്ങളൊന്നും കാണില്ല. ബട്ട് എനിക്കറിയില്ല എങ്ങനെയാണ് വിന്റർ ടൈമിൽ കാൻറ്റർബറി എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. സമ്മർ ടൈമിൽ ഇറ്റ്സ് സോ ഗുഡ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ ഇപ്രാവശ്യം അവിടെ എങ്ങനെയാണ് സെലിബ്രേഷൻസ് ഉണ്ടാവുമോ, ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇൻട്രോ വീഡിയോൻ്റെ കൂടെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻ്റെ റൂമിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുകയാണ്, ഇരുട്ടാണ് പുറത്തൊക്കെ, വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ഇൻട്രോ എടുത്തിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ 1 വർഷത്തിൻ്റെ മുകളിലായി. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ആഴ്ചയും 2 വീഡിയോസോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും ഞാൻ എല്ലാ ആഴ്ചയും ഇടാറില്ല. ആഴ്ചകൾ കൂടുമ്പോൾ മാസത്തിൽ ഒന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. 2-3 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതിന് കുറേ റീസൺസ് ഉണ്ട്. മെയിനായിട്ട് എന്തെങ്കിലും നല്ലൊരു കോണ്ടന്റ് പോലെ കിട്ടുകയാണെങ്കിൽ അപ്പോഴാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. അല്ലാതെ ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ. റൂമിലിരിക്കുമ്പോൾ നമുക്ക് അല്ലാത്ത ദിവസം ജോലിക്ക് പോകുന്നു, റൂമിൽ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് എടുക്കാനുള്ളത്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എടുക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ എടുത്ത് വെക്കുന്ന വീഡിയോസ് കുറേ ലേറ്റ് ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ്. മടി പിടിക്കും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ 2025 ഇതൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്ന ഒരാളല്ല. എനിക്ക് കുറച്ചും കൂടെ, എനിക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് സോണാണ് യൂട്യൂബ്. അപ്പോൾ ഒരു ജോലിയിൽ നമ്മൾ എടുക്കുന്ന സ്ട്രെസ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയി ആഴ്ചയിൽ ഇത്ര വീഡിയോ അങ്ങനെ വിചാരിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര നാൾ കൊണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഒരു ടാർഗറ്റ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അധികം കൺസിസ്റ്റന്റ് ആയി ചെയ്യാത്തോണ്ടാണ്. കാരണം ഞാൻ തന്നെ സ്ട്രെസ് കൊടുക്കാണ്ട് എനിക്ക് ഒരു പറ്റുന്ന രീതിക്കാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ 2025 കുറച്ചും കൂടെയൊക്കെ നല്ലപോലെ കൺസിസ്റ്റന്റ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെനിക്ക് ഒരുപാട് കോണ്ടന്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ അടുത്ത വർഷം. സോ ദാറ്റ് ഐ ക്യാൻ എന്റർടൈൻ യു ഗൈസ് ആൻഡ് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനും എൻ്റെ വീഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനും ബെറ്റർ ആക്കാനും ഒക്കെയാണ് ഞാൻ ഓരോ വീഡിയോസ് കൂടുന്തോറും അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഇത്രയും നാളെ ഞാൻ ഇത്രയും കൺസിസ്റ്റൻ്റ് ഒന്നും അല്ലെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ന്യൂ ഇയർ ഈവ് സെലിബ്രേറ്റ് ചെയ്യാനായി നമ്മൾ നേരെ കാൻറ്റർബറിയിലേക്ക് വിട്ടു. കാൻറ്റർബറിയിൽ ഒരു രാത്രി 8 മണിയാകുമ്പോൾ എത്തി. ഹൈ സ്ട്രീറ്റ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് നടക്കാൻ തുടങ്ങി. മാപ്പൊക്കെ നോക്കി ഏതോ ഒരു വഴി വിട്ടു. നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു. So we don't know where we're going. we literally don't know where we're going. We're passing by graveyards. Can you hear the wind? This is the sound of the wind smacking us to the river, and that's the river over there. You can't even see anything. This is a river over here. It's so dark and there's no sign of any restaurant nearby, and none of us can swim. Yeah, the map is showing 20 minutes. But you know who's our savior? Sainsbury. Look at Sainsbury over Sainsbury. There's one Sainsbury. That's the only light we can see. And the map is showing 20 minutes. 24 minutes, but we've been walking for 45 minutes. Yeah, already. We don't know where is the restaurant. Let's see, is it not really in Canterbury? Maybe in some other place.
നല്ല ഇരുട്ടൊക്കെ പിടിച്ച ഏതൊക്കെയോ വഴികൾ. ഇത് ആക്ച്വലി ഗാർഡൻ്റെ ഒക്കെ ഇവിടുത്തെ ഫേമസ് ഗാർഡൻ്റെ ഒക്കെ ഭാഗമാണ്. എന്തായാലും നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും നമ്മുടെ റെസ്റ്റോറൻ്റ് ഒക്കെയുള്ള ഏരിയയിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഫുൾ ലൈവ്ലിയാണ്. നമ്മൾ 9 മണിക്കുള്ള ഡിന്നറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ക്രാൻബെറി ജ്യൂസ് പറഞ്ഞു, അതിനുശേഷം നമ്മുടെ മെയിനായിട്ട് ഉള്ള ബുൾഗോഗി എന്നാണ് ഈ സംഭവത്തിന് പറയുന്നത്. ഇത് റൈസ് ബൗളാണ്. അത് പറഞ്ഞു. ഞാൻ വെജ് ഓപ്ഷനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടോഫു ആയിരുന്നു. കൊറിയൻ സ്പൈസി നൂഡിൽസിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. ആ ഒരു ലെവൽ ഓഫ് സ്പൈസിനെസ് ആണ് ഞാൻ ഇവിടുത്തെ ഫുഡിൽ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്ര സ്പൈസി ഒന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് ടേസ്റ്റ് ഒരു ആവറേജ് ആയിട്ടൊക്കെ തോന്നിയുള്ളൂ. 7 out of 10 ഒക്കെ കൊടുക്കാം. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വേറെ വഴി കൂടെ നടക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ കുറേ പുറത്തുണ്ടായിരുന്നു. ഹൈ സ്ട്രീറ്റിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടന്നത്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ഒരു 1 hour കൂടുമ്പോഴേ ട്രെയിനുള്ളൂ. അപ്പം നമ്മുടെ ട്രെയിന് 10:45-നാണ്. അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ 11 സംതിങ്ങിനൊക്കെ ട്രെയിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ന്യൂ ഇയർ ട്രെയിനിനകത്ത് സെലിബ്രേറ്റ് ചെയ്യണം നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് മുമ്പ് തന്നെ നമ്മൾ ജില്ലിങ്ങമ്മിൽ എത്താം തിരിച്ചെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഭാഗ്യത്തിന് ഞങ്ങളുടെ ട്രെയിൻ പക്ഷേ ഇത്തിരി ഡിലേ ആയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ന്യൂ ഇയർ ട്രെയിനിനകത്തായിരിക്കുന്നത്. പക്ഷേ അത് വേണ്ടി വന്നില്ല. നമ്മൾ ന്യൂ ഇയറിന് മുമ്പായിട്ട് തന്നെ ജില്ലിങ്ങമ്മിലെത്തി. ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുന്ന വഴി കുറേ ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ 12 മണിയായി. ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. 2025 നമുക്ക് എല്ലാവർക്കും നല്ല വർഷമാവട്ടെ. ഒരുപാട് സന്തോഷങ്ങളും പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതേപോലെ ഹെൽത്ത് ഉണ്ടാവട്ടെ, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്ത് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അടിപൊളിയാവട്ടെ. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം കുറേ നല്ല വീഡിയോസ് ചെയ്ത് എനിക്കും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.